ഹായ് ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു മൂൺ ഗോഡസിൻ്റെ ഡിസൈനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ട് വരുന്ന ഒരു റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ബോർഡറിൽ നല്ലൊരു ബീഡ് വർക്ക് വരുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടും യോക്കിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നൊരു ഡിസൈനാണ് വരുന്നത്. അപ്പം അത്ര ഹെവി ആണോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ഹെവി ഒന്നുമല്ല, അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. എന്നാൽ നല്ല യോക്ക് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലവർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു റൗണ്ട് മാർക്ക് ചെയ്യാൻ ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പെറ്റൽസ് ഈ ഒരു രീതിയിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 6 പെറ്റൽസ് വരുന്ന ഫ്ലവറാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. ഇനി ഈ പെറ്റൽസിൻ്റെ ഉള്ളിൽ നമുക്ക് കുഞ്ഞായിട്ടൊന്ന് മാർക്ക് ചെയ്തുകൊണ്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 2 സൈഡുകളിലേക്കായിട്ട് ഇതുപോലെ 3 ലീഫ് വരുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേണിൽ കണ്ട പോലെ തന്നെ ഒന്ന് വരയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ എക്സാക്റ്റ് അതുപോലെ ഒന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയിൽ വരച്ചു കൊടുക്കാനും പറ്റും. നമ്മുടെ ആ ഒരു യോക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ബീഡ് വർക്ക് വരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ രീതിയിലേക്ക് സ്റ്റെമ്മൊന്ന് വരണം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ യോക്കിലേക്ക് തന്നെ ആയിട്ട് ഒരു 6 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസൈൻ ഞാനിപ്പോൾ വരയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷോൾഡറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യോക്കിലെ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമുക്ക് ലീഫും മാർക്ക് ചെയ്ത് കൊടുക്കണം. ലീഫ് നമുക്ക് അടുപ്പിച്ചൊന്നും വരുന്നില്ല, കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് വരുന്നിടത്ത് ഇതുപോലെ നമ്മളൊരു 3 ബീഡ് വെച്ച് കൊടുക്കാനായിട്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നൊരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. അതാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് നോക്കി തന്നെ വരയ്ക്കുകയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതേപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റും. ഞാൻ ആ ഒരു രീതി തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾ അതായത് ആ ഒരു പിക്ചർ എടുത്തിട്ട് അത് നിങ്ങളൊന്ന് കോപ്പി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തുണിയിലേക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. തുണിയിലേക്ക് പകർത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് വരയ്ക്കാവുന്നതാണ്. എക്സാക്റ്റ് ഞാൻ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇരിക്കണമെന്നില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. വരയ്ക്കാൻ അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നതല്ലേ, നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. കംപ്ലീറ്റ് ബീഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പാറ്റേൺ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ യോക്ക് പോർഷനിലേക്ക് മാത്രമാണ് ഞാനിപ്പോൾ വരച്ചേക്കുന്നത്. ഷോൾഡറിലേക്കും ഈ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അതുപോലെ ആ ഒരു ബോർഡർ, നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ബീഡ് വർക്ക് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ബോർഡർ ഇതുപോലെ ഞാൻ തിക്കിൽ വരച്ചു കൊടുത്തേക്കണേ, അവിടെ ഒരു ബീഡ് വർക്ക് വരുന്നതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ആൻറ്റിക് ഷെയ്ഡിൽ വരുന്നൊരു ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് വലിപ്പമുള്ള റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സാണ്. അതും ആൻറ്റിക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഗോൾഡൻ ഷെയ്ഡാണ് എടുത്തേക്കണം കേട്ടോ. പിന്നെ നമുക്ക് നോർമൽ നീഡിൽ നമ്പർ 12 വേണം. നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യണത്, അതുകൊണ്ടാണ് നോർമൽ നീഡിൽ നമ്പർ 12 എടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സെൻറ്ററിൽ ഇച്ചിരി വലിപ്പമുള്ളൊരു റൗണ്ട് ബീഡാണ് വെക്കുന്നത്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുമ്പോൾ 2 തവണ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ല ഒരു എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാത്ത രീതിയിൽ അവിടെ നന്നായിട്ട് നിൽക്കത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഔട്ടർ ലെയറിൽ നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇതുപോലെ ഒന്നിച്ച് ബീഡങ്ങ് കോർത്തെടുക്കുക. അതിന് ശേഷം ഈ ഒരു ബീഡിൻ്റെ ചുറ്റും ഇതുപോലെ വെച്ച് നോക്കുക. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്ന പോലെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബീഡ്സിൻ്റെ എണ്ണം എടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ആ സെൻറ്ററിൽ വെക്കുന്ന ബീഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും പുറത്ത് വരുന്ന ഷുഗർ ബീഡ്സിൻ്റെ എണ്ണം. അതുപോലെ തന്നെ ഷുഗർ ബീഡ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചും എണ്ണത്തിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 4-5 തവണ ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം. അതായത് സൈഡുകളിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കത്തുള്ളൂ. നമ്മളിപ്പം ഓരോ ബീഡ് വെച്ച് ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്യുന്നത് ഭയങ്കര പാടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എളുപ്പമാർഗം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് സെക്യൂറാക്കി കൊടുക്കണം.
അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു പെറ്റൽസാണ് ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ പെറ്റൽസിൻ്റെ ഔട്ടർ ലെയർ ഫില്ല് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനെടുത്ത ആൻറ്റിക് ഷെയ്ഡിലുള്ള ഈ ഒരു ഷുഗർ ബീഡിന് കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഒരു എന്താ പറയുന്നത് എക്സാക്റ്റ് നല്ലൊരു ഫിനിഷിങ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ച് ചെറിയ ബീഡ്സ് എടുക്കുക. ഷുഗർ ബീഡ്സ് എടുക്കുമ്പോൾ ആൻറ്റിക് ഷെയ്ഡോ അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡോ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ഔട്ടർ ലെയർ, പെറ്റലിൻ്റെ ഔട്ടർ ലെയർ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ബീഡ്സ് കൊണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഭംഗി. കാരണം നമുക്ക് എക്സാക്റ്റ് ഒരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എടുക്കുന്ന ഷുഗർ ബീഡ്സിൻ്റെ ആ ഒരു വലിപ്പം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാൻ എടുത്ത ബീഡ്സിന് എന്തൊക്കെയോ ഒരു അപാകത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് ഭംഗി വരാത്തതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ടാണ് വരച്ചേക്കുന്നതെങ്കിൽ ആ വരച്ചേക്കുന്നതിൻ്റെ പുറത്തോടെ തന്നെ ബീഡ്സ് മാറിപ്പോകാതെ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഔട്ടർ ലെയർ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തേക്കുന്ന 6 പെറ്റൽസും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ 6 പെറ്റൽസും ഔട്ടർ ലെയറും മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ അതിന് ശേഷം നമുക്കിതിന് ഉള്ളിൽ ഒരു ബീഡ് വർക്ക് കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ സെയിം റൗണ്ട് ബീഡ് കൊണ്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഓരോ ഡിസൈൻസ് കാണുമ്പോഴും അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ട ഉടനെ ഫെയറിലേക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അത്ര കറക്റ്റായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഒന്ന് റഫായിട്ട് ചെയ്തതിന് ശേഷം ഫെയറിലേക്ക് ചെയ്യുകയാണെങ്കിൽ നന്നാവും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. നമ്മൾ ചെയ്ത് മാത്രമേ പഠിക്കത്തുള്ളൂ. അപ്പോൾ ചെയ്ത് നിങ്ങൾക്കത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു ലൈൻസ് നമ്മൾ കൊടുത്തിട്ടില്ലേ, അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നമ്മളൊരു 2 ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. റൗണ്ട് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു പാറ്റേണിൽ കണ്ടതിനകത്ത് ഈ ഒരു ബീഡ് വെച്ചതിന് ശേഷവും ആ പെറ്റലിനകത്ത് ഒരു സ്പേസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ആ ഒരു ഫ്ലവർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു 2 ബീഡ് വെച്ച് കഴിയുമ്പോഴും ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ലീഫാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ലീഫ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ലെയർ ലീഫാണ് കൊടുക്കുന്നത്. 3 ലെയറുകളായിട്ട് വരുന്ന ലീഫാണ് കൊടുക്കുന്നത്. 3 ബീഡ്സ് വെച്ച് 3 ലെയറുകളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡുകളിലേക്ക് കൊടുത്തേക്കുന്ന ലീഫും സ്റ്റെമ്മിൽ വരുന്ന ലീഫും എല്ലാം ഇതേപോലെയാണ് ചെയ്യുന്നത്. എല്ലാം ഇതേപോലെ തന്നെ വ്യത്യാസമില്ലാതെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സ്റ്റെമ്മ് നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റേജിൽ ഓരോ ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ അത്രയൊക്കെ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ലീഫിൻ്റെ ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ആ കുഞ്ഞു ഡോട്ട്സ് പോലെ നമ്മൾ കൊടുത്തിരുന്നത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പാറ്റേൺ ഇവിടെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എത്രയാണോ വരച്ച് കൊടുത്തേക്കണേ അത്രയും ഭാഗത്തും ഇതേ രീതിയിൽ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഔട്ടർ ലെയർ, അതായത് ആ ഒരു യോക്കിൻ്റെ ഔട്ടർ ലെയറിൽ തിക്കായിട്ട് നമുക്കൊരു പാറ്റേൺ ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അതായത് 2 ലെയറുകളിലായിട്ട് റൗണ്ട് ബീഡ്സും സെൻറ്ററിലായിട്ട് കട്ട് ബീഡ്സും വെച്ച് കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇനി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്